നമസ്കാരം. സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സിൽ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് അജിത്ത്. കണ്ടുകൊണ്ടേനാണ് ഞാൻ ശരിക്കും അജിത്തിൻ്റെ സിനിമ അവസാനമായിട്ട് തിയേറ്ററിൽ കണ്ടത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് തിയേറ്ററിൽ കാണാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല. ഓവറോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാമറ പ്രസൻസ് കണ്ടാലേ ഒരു ഹോളിവുഡ് ആക്ടർ ലുക്കാണ്. അതുകൊണ്ട് എപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. ഈ ഒരു ആക്ടറുടെ ആ ഒരു കാലിബറും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ഒക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മുടെ ഡയറക്ടേഴ്സിന് കഴിയുന്നില്ല. ഈ സിനിമയ്ക്കകത്ത് എനിക്ക് നിരാശയാണ് തോന്നിയത്. മറ്റൊരു രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വൈഡ് സ്കെയിലിൽ ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് സിനിമയ്ക്ക് പിടിച്ചിട്ടുണ്ട്. അതായത് ഞാൻ പേഴ്സണലി സിനിമയായിട്ട് അത്ര കണക്റ്റ് ഒന്നും ആയില്ല. പിന്നെ ഇതിൻ്റെ ഒരു മേക്കിംഗ് ഒക്കെ രസമുണ്ടായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊരു ഇമോഷണൽ കണക്റ്റ് ആ കഥാപാത്രങ്ങളോടായിരുന്നാലും അജിത്തിൻ്റെ ക്യാരക്ടർ നന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഓവറോൾ നമ്മൾ സിനിമയെ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഈവൻ ആ കൺട്രിയിൽ, അസർബൈജാൻ എന്ന കൺട്രിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഒരുപാട് ആളുകൾ ഇതിനകത്തോട്ട് കഥാപാത്രങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ അർജുൻ ഇതിനകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹം സേഫാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും സിനിമയ്ക്ക് ഒരു ഇമോഷണൽ കണക്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ ഒരു ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രാമയാണെങ്കിൽ പോലും നമ്മൾ ഇമോഷണലി കണക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ഡ്രാമ പോലും എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതെന്തോ നമ്മളിങ്ങനെ ഒരു പ്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലുള്ളൊരു ഫീലായിരുന്നു. പിന്നെ ഫൈറ്റൊക്കെ ഗംഭീരമാണ്. അതിൻ്റെ കോറിയോഗ്രഫി ആയിരുന്നാലും ഒരു ഹമ്മറിനകത്ത് വെച്ചുള്ളൊരു ഫൈറ്റുണ്ട്, അത് ഭയങ്കര രസമായിരുന്നു. പ്രത്യേകിച്ച് ആ സമയത്ത് യൂസ് ചെയ്തിരിക്കുന്ന ക്യാമറ ആംഗിൾ ആയിരുന്നാലും അതിൻ്റെ ഒരു കോറിയോഗ്രഫി തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ ഫൈറ്റുകൾ നോക്കിയിട്ട് ശരിക്കും നമ്മൾ ഒരു കമ്പാരിസൺ പറയല്ല, പക്ഷേ എങ്കിലും മാർക്കോയ്ക്കകത്ത് മലയാളി ടെക്നീഷ്യൻസ് ഇതൊന്നും ചിലവ് കുറച്ച് ചെയ്തു വെച്ചിരിക്കുന്ന ഫൈറ്റ് സീക്വൻസുകളും ആ ഫൈറ്റ് കോറിയോഗ്രഫിയായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വെറും സിനിമയായിട്ടേ തോന്നുന്നുള്ളൂ. കാരണം മറ്റതിനകത്ത് കുറച്ചും കൂടെ ആ ഒരു റിയാലിറ്റി കിട്ടാനായിട്ട്, അത് മലയാളികൾ അങ്ങനെയാണ് പൊതുവേ നമ്മൾ ആ ഒരു റിയലിസ്റ്റിക് സാധനം തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിൻ്റേതായിട്ടുള്ളൊരു എഫക്റ്റൊന്നും ഈ സിനിമയ്ക്കകത്തൊന്നും കിട്ടുന്നില്ല. അതൊരു ജീവൻ എന്ന് പറയുന്ന ആ ഒരു ഫൈറ്റിലായിരുന്ന ആ ഒരു ജീവനൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതൊരു പക്ഷേ സിനിമയുടെ കണ്ടൻറ്റിലുള്ളൊരു ഇമോഷണൽ കണക്റ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അനിരുദ്ധാണ് ചെയ്തിരിക്കുന്നത്. തുടക്കം തന്നെ ഒരു പാട്ടാണ്, അത് നല്ല ഗംഭീരമായിട്ടുണ്ട്. അത് ഓൾറെഡി യൂട്യൂബിലൊക്കെ നല്ല വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. തിയേറ്ററൊക്കെ ഇളക്കി മറിക്കുന്ന കണക്കുള്ളൊരു പമ്പിങ് സൗണ്ട് തന്നെയായിരുന്നു ആ പാട്ട്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പാട്ടിലുള്ള ഡാൻസ് കോറിയോഗ്രഫി ആയിരുന്നാലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഒരു വെസ്റ്റേൺ മൂവി അല്ലെങ്കിൽ ഒരു അസർബൈജാനിൽ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ മ്യൂസിക്കുമായിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് അനിരുദ്ധ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അതും അങ്ങ് ഭയങ്കരമായിട്ട് നമുക്ക് ആസ്വദിക്കാനൊന്നും കഴിഞ്ഞില്ല. കാരണം സിനിമയായിട്ടുള്ള ആ ഒരു കണക്റ്റ് പ്രോപ്പർലി കിട്ടാതിരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിങ്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ ഇതും ആസ്വദിക്കാൻ അങ്ങോട്ട് കഴിഞ്ഞില്ല. എന്നാൽ ഈ കണ്ടൻറ്റ് നല്ലതായിരുന്നു. അജിത്ത് എന്ന നടനെ ഇതിനകത്ത് കുറച്ചും കൂടെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നി. നല്ലൊരു ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു ലവ് സ്റ്റോറി ആയിരുന്നു. പക്ഷേ അത് എവിടെയൊക്കെയോ ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയെങ്കിലും അങ്ങനെ വലിച്ചഴിച്ച്, അതായത് ഈ സിനിമയുടെ ആ ഒരു മെയിൻ പാർട്ടിലോട്ട് എത്താൻ വേണ്ടി കുറേ സംഭവ വികാസങ്ങളെ ഇങ്ങനെ സൃഷ്ടിക്കുന്നത് പോലെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഡ്രാഗ് ചെയ്താണ് ഒരു പെർഫെക്റ്റ് മൊമെൻറ്റം അതിനകത്ത് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ സ്ലോയിലിരുന്ന് കണ്ട് ഇതങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്നുള്ള ഒരു ഫീലുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നത് ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ എടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ട്രിം ചെയ്ത് കുറച്ചും കൂടെ ഫാസ്റ്റിനാക്കാമായിരുന്നെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ടൈം റേഞ്ച് തെറ്റിപ്പോവും. നമ്മൾ പൊതുവേ സൗത്ത് ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു പാറ്റേൺ ഉണ്ട്. ആ ഒരു പാറ്റേൺ പിടിച്ച് തന്നെ പോകണമെന്നുള്ളത് ഡയറക്ടറുടെ ആവശ്യമായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു സിനിമയെ വളരെ ട്രിം ചെയ്ത് കുറച്ച് ക്യാരക്ടേഴ്സിനെയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വളരെ ഫാസ്റ്റ് പേസിൽ ഈ സിനിമയെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് വയ്ക്കാമായിരുന്നു. അത്രയ്ക്ക് സ്കോപ്പുള്ളൊരു സാധനത്തിന് വെറുതെ വലിച്ചു നീട്ടി കുറേ ആവശ്യമില്ലാത്ത സീൻസൊക്കെ ആഡ് ചെയ്ത് കൺഫ്യൂസ് ആക്കി. എനിക്ക് ആദ്യം വിചാരിച്ചത് ഒരു കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, അതായത് നമ്മളെ സിനിമ വീണ്ടും കാണിപ്പിക്കാനായിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന സ്റ്റോറി ടെല്ലിംഗ് ആണോ അവർ ഉദ്ദേശിക്കുന്നതെന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നി. പക്ഷേ അങ്ങനെയൊന്നുമല്ല, വെറുതെ കുറേ വലിച്ചിൽ വന്നുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വ്യൂവർ എന്നുള്ള നിലയിൽ നമ്മൾ കുറച്ച് ഡിസ്കണക്റ്റഡ് ആയിപ്പോയി. അപ്പോൾ അത് സിനിമയെ നന്നായിട്ട് ബാധിച്ചു. കാരണം അത്രയ്ക്ക് ഇമോഷണലി കണക്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്, അത് അത്രത്തോളം കണക്റ്റ് ആകാതെ വന്നപ്പോൾ ഉള്ളൊരു നിരാശയാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരാം. അപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് ഞാൻ IMDbയിലും മൂവി ബുക്കിങ്ങിലും ഔട്ട് ഓഫ് 10 ഒരു 7 റേറ്റ് ചെയ്യുകയാണ്. 7 ഫോർ ദ മേക്കിംഗ്. കാരണം അത് അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇതിൻ്റെ ടെക്നീഷ്യൻസ് ആയിരുന്നാലും ഓവറോൾ എല്ലാവരും അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ബട്ട് എനിക്കെന്തോ 100% വർക്കായില്ല. അപ്പോൾ മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.